സംസ്ഥാനത്ത് ഓൺലൈൻ പെൺവാണിഭ സംഘം പിടിയിൽ. ചുംബന സമര സംഘാടകൻ രാഹുൽ പശുപാലൻ, മോഡൽ രശ്മി നായർ, കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ അക്ബർ എന്നിവർ ഉൾപ്പെടെ 15 പേരാണ് പിടിയിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും ഇതിൽ ഉൾപ്പെടുന്നു. പെൺവാണിഭത്തിനെതിരായ അന്വേഷണം തുടരുന്നതായി IG ശ്രീജിത്ത് വ്യക്തമാക്കി. റെയ്ഡുകളും അറസ്റ്റുകളും തുടരുക തന്നെയാണ്. വലിയ ഒരു ശൃംഖല തന്നെ ഇതിനെ കണക്ട് ചെയ്ത് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് IG-യുടെ വാക്കുകളിൽ നിന്നും ലഭിക്കുന്നത്. ഈ വിഷയം തന്നെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ തത്സമയം റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, ഒപ്പം തന്നെ ശ്രീ ലേസർ ഷൈൻ എന്നിവർ തത്സമയം ചേർന്നു. മറ്റ് അതിഥികളും നമ്മോടൊപ്പം അല്പസമയത്തിനകം തന്നെ ജോയിൻ ചെയ്യുന്നതാണ്. ആദ്യം തന്നെ ശ്രീ ജോർജ് ജോസഫ്, സുപ്രധാനമായ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഭീതിതമായ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു പ്രതീക്ഷ എന്നൊക്കെ തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു അറസ്റ്റ്, റെയ്ഡ് ഒക്കെ തന്നെ വളരെ പ്ലാൻഡായുള്ള ഒരു നീക്കം കൂടിയാണ് ഇതിലേക്ക് എത്തിയത്. ഒരുപക്ഷെ ആ കാര്യങ്ങളെ ആദ്യം തന്നെ ഒന്ന് പരിശോധിച്ചാൽ. അത് IGP ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് ഇപ്പം പോലീസ് നടത്തിയിരിക്കുന്നത്. അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. കാരണം കഴിഞ്ഞ മാസം നമ്മൾ അറിഞ്ഞു ഓൺലൈനിൽ പെൺവാണിഭ്യത്തിൽ കുറേ ആൾക്കാരെ ട്രേസ് ചെയ്ത് 8 പേരെ ഇപ്പോഴും റിമാൻഡിൽ കിടക്കുകയാണ്. അതിനകത്തൊരു പ്രത്യേകത, ഒരു മൈനർ ആൺകുട്ടി, ഒരു 12-14 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത 15 അംഗ സംഘത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതിനെ പോലീസ് മോചിപ്പിച്ചു. മൊത്തം 15 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 15 പേരിൽ 8 പേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അതിനകത്ത് ചുംബന സമരത്തിൻ്റെ നേതാവായിരുന്ന രാഹുൽ പശുപാലനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മോഡലായ രശ്മി നായരും ഉൾപ്പെട്ടിരുന്നു. ഇവരെ കൂടാതെ 7 ഫേസ്ബുക്കിലൂടെയും ഓൺലൈനിലൂടെയാണ് ഈ പെൺവാണിഭം നടത്തിയിരിക്കുന്നത്. അതിനകത്ത് വളരെ സീക്രട്ടായ ചില സൈറ്റുകളൊക്കെ ഉണ്ട്. അത് താല്പര്യമുള്ളവർ അതിലോട്ട് കയറി പ്രവേശിച്ച് നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. എന്തായാലും പോലീസ് 2-3 മാസമായി നിരന്തരം ഇത് ട്രാക്ക് ചെയ്ത് ഫേസ്ബുക്കിൻ്റെ അധികൃതരുമായി ചേർന്ന് നടത്തിയ ഒരു നീക്കത്തിലൂടെയാണ് ഇത് വെളിച്ചത്താകുന്നത്. ചുംബന സമരത്തിൽ ഉൾപ്പെട്ടിരുന്ന രാഹുൽ പശുപാലനും അദ്ദേഹത്തിൻ്റെ വൈഫും എന്നെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം പോലീസ് ഒരു കസ്റ്റമർ എന്ന രീതിയിൽ ഇവരെ വിളിച്ചു വരുത്തി. ആ സമയത്താണ് ഇവർ വന്നു ചാടിയത്. എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത് വന്ന സംഘത്തിലെ 2 പേര് ഏതോ ഒരു സിൽവർ ഓൾട്ടോ കാറിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവരിൽ ഒരു SI തടഞ്ഞതിൽ ഒരു SIക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അങ്കമാലി ഹോസ്പിറ്റലിൽ അദ്ദേഹം ഇപ്പം കിടപ്പുണ്ട്. എന്തായാലും വളരെ ഈ റാക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥനെ അഭിനന്ദിക്കുന്നു. കാരണം ഇത് കുറേ നാളായി കേരളത്തിലെ പ്രായപൂർത്തിയാകാത്ത പല കുട്ടികളും, പെൺകുട്ടികളും ആൺകുട്ടികളും ഈ റാക്കറ്റിനകത്ത് നമ്മൾ കാണപ്പെടുകയാണ്. അത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കേരള പോലീസ് ഏതായാലും ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കി പ്രവർത്തിച്ച് നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. ഈ 7 പുരുഷന്മാരെ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ഒരാൾ കുപ്രസിദ്ധനായ ഗുണ്ടയാണ്, കാസർഗോഡുള്ള അക്ബർ. അപ്പം ഈ ഗുണ്ടകളും അതുപോലെയുള്ള ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് മുഴുവനും ഈ ഓൺലൈനിലും ഫേസ്ബുക്കിലും വളരെ ഗോപ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഈ തലമുറയിൽ ഈ ചെറിയ കുട്ടികളെ, ഈ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന കുട്ടികളെ വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ട്രാപ്പ് ചെയ്യാനായിട്ട് ഇവർക്കൊക്കെ സാധിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ, മൈനറായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ടാണ് ഈ ആൾക്കാരെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കേരളത്തിലൊരു ട്രെൻഡ്, പല റേപ്പ് കേസിലെയും നമ്മൾക്കിപ്പം ആൺകുട്ടികളെ റേപ്പ് ചെയ്തായിട്ടും പെൺകുട്ടികളെ റേപ്പ് ആയിട്ടും കാണുന്നത് അതെല്ലാം കൊച്ചുകുട്ടികളെ തന്നെയാണ്. ഈ ഒരു ട്രെൻഡ് ഇതുപോലെ ചുംബന സമരത്തിലുമൊക്കെ പെട്ടിരിക്കുന്നവർ മുതലെടുക്കുന്ന ഈ കുട്ടികളെയും സമൂഹത്തിനെയും നശിപ്പിക്കുന്നതിന് കൂട്ടുകൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തായാലും നല്ലൊരു ലക്ഷണമല്ല. നമുക്ക് തീർച്ചയായിട്ടും പോലീസിനെ ഈ കാര്യത്തിൽ സഹായിക്കണം. ഈ കേസ് വിട്ടുപോയാലും സാരമില്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവർക്കെതിരായിട്ട് ഗുണ്ട ആക്ട് പ്രയോഗിക്കാം. കാരണം സോഷ്യൽ ഓർഡറിനെതിരായിട്ടും സദാചാരത്തിനെതിരായിട്ടും മൊറാലിറ്റിക്കെതിരായിട്ടും പ്രവർത്തിക്കുന്ന ഇവരെ
പോലീസ് തീർച്ചയായിട്ടും ആ ആസ്പെക്റ്റൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവരെ സമൂഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ ഈ സൈബർ ഒഫൻസിൽ മാത്രമല്ല, അത് ചിലപ്പം വിട്ടുപോയെന്ന് വരാം. ഗുണ്ട ആക്ടിനകത്ത് ഇവരെ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ അവിടെയാണ് സാർ ഞാൻ തിരികെ എത്താം. ഒരുപക്ഷെ ഒരു പരിധി വരെ ഇവർക്ക് ഒരു അക്സെപ്റ്റൻസ് ലഭിച്ചത് ചുംബന സമരത്തോടൊപ്പം ചേർന്ന് നിന്നപ്പോഴാണ്. ശ്രീ ലസർ ഷൈൻ, ആദ്യം തന്നെ നമുക്ക് അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. പിന്നീട് ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടെങ്കിലും ഒരു പരിധി വരെ അല്ല, മാക്സിമം അതിൻ്റെ പ്രയോജനങ്ങളെല്ലാം ദുരുപയോഗം ചെയ്തവരാണ് രാഹുലായാലും ഒപ്പം തന്നെ രശ്മി ആയാലും ഒക്കെ തന്നെ ഒരു പബ്ലിക് ഫിഗറായി മാറുന്നതിന് വല്ലാതെ ഉപയോഗപ്പെടുത്തി. ഇപ്പോൾ പോലും എനിക്ക് തോന്നുന്നു ഈ ഒരു വാർത്ത വന്നതിന് ശേഷവും പൊതുവിൽ പബ്ലിക്കിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വിമർശനവും ചുംബന സമരത്തെ കേന്ദ്രീകരിച്ചു തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാൽ. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഇവിടെ കേട്ട വാർത്തയിൽ, അല്ലെങ്കിൽ രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയിൽ ചുംബന സമരം എന്നാണ് പറയുക. ഈ ചുംബന സമര നായകൻ എന്നൊക്കെ പറഞ്ഞാൽ ചുംബന സമരം ഒരു സിനിമയൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പം നമ്മൾക്ക് എവിടെയാണ് ഈ പറയുന്ന നായകത്വം ഒക്കെ ചില ആളുകൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്? ഒരു രക്ഷകർത്തൃത്വവും ഇല്ലാതെ ആരും രക്ഷകർത്തൃത്വം ഏറ്റെടുക്കരുത് എന്ന് തികച്ചും പലവട്ടം ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമരങ്ങളുടെ ഒരു നിര. നവസമരങ്ങൾ എന്നുള്ള നിലയിൽ ചുംബന സമരം മാത്രമൊന്നുമല്ല, അതിനുശേഷം ഒരുപാട് സമരങ്ങൾ നടന്നു. ഇരിക്കൽ സമരം അടക്കം ഒരുപാട് സമരങ്ങളിൽ ഈ പറയുന്ന നവസമരത്തിന്റെ മുന്നേറ്റമുണ്ടായി. ഇത് മൂന്നാർ സമരം വരെ നീണ്ടു നിൽക്കുന്ന മുന്നേറ്റം ഈ സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളുടേതായി ഉണ്ടായി. അതൊരു കാര്യം. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം, രാവിലെ മുതൽ ഈ പറയുന്ന നായകത്വ പരിവേഷമുള്ള കഥകളിൽ നമ്മൾ പറയാതെ പോകുന്ന കാര്യം, നായകത്വ പരിവേഷം മറ്റുള്ള ചിലർക്ക് കൂടി അർഹതപ്പെട്ടതാണ്. ഈ കൊച്ചു സുന്ദരികൾ എന്ന് പറയുന്ന പേജ് റിപ്പോർട്ട് ചെയ്തത് ആരാണ്? അത് ഈ പറയുന്ന ചുംബന സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് അത്തരം പേജ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് പോലീസിനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് മല്ലൂസ് എന്ന പേജ് ഉണ്ടാക്കിക്കൊണ്ട് കൊച്ചു കുട്ടികളെ അടക്കം ഇത്തരത്തിൽ ലൈംഗികമായി അവരുടെ സമ്മതം കൂടാതെ ഉപയോഗിക്കുന്ന തരത്തിൽ, അതായത് വളരെ ഈ കൊച്ചു സുന്ദരികൾ എന്ന് പറയുന്ന പേജ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പേജ് ചെയ്തത് ഒരു അനുവാദവുമില്ലാതെ കുട്ടികളുടെ പടങ്ങൾ എടുത്തുകൊണ്ടൊരു പേജ് ഉണ്ടാക്കുകയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മലയാളത്തിൽ തന്നെയാണ്, മംഗ്ലീഷിൽ തന്നെ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് കാമാതുരമായ അസഭ്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്യുന്നു. ഇത് റിപ്പോർട്ട് ചെയ്തത് ചുംബന സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അത്തരത്തിലുള്ള വലിയ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ പേജ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ മറന്നു പോവുകയും ഈ പറഞ്ഞ രണ്ടുപേർ, ചുംബന സമരത്തിൽ പങ്കെടുത്ത രണ്ടുപേർ, ഒരു നായകനോ ഒരു നായികയോ ഒരു പ്രസ്ഥാനമോ ഇല്ലാതെ നടന്ന വലിയൊരു ചലനം, ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി നടന്ന ഒരു കാര്യത്തെ നമ്മൾ വളരെ ചുരുക്കി കൊണ്ടുവന്ന ഒരു കുറ്റത്തിന്റെ കൂടെ കെട്ടി വെക്കുന്നത് ശരിയല്ല. കുറ്റം വളരെ വ്യക്തമായി കുറ്റമാണ്, അതിലൊരു തർക്കവുമില്ല. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കുറ്റം ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റമാണ്. അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും പരമാവധി ശിക്ഷ കിട്ടേണ്ട കുറ്റം തന്നെയാണ്. ഇതിൽ നമുക്ക് ആർക്കും തന്നെയും സംശയമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ ഉപയോഗിക്കുന്നതിനെതിരെ, ഒരു ലൈംഗിക വസ്തുവായി ഉപയോഗിക്കുന്നതിനെതിരെ തന്നെയായിരുന്നു ചുംബന സമരം. അതൊരു വലിയ മൂവ്മെന്റായി മാറുക മാത്രമല്ല, അത് ഒരു ഫാസിസത്തിനെതിരെയുള്ള കേരളത്തിന്റെ വലിയ ശബ്ദമായി മാറി. അത് ഇന്ത്യയിൽ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം മോഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫാസിസത്തിനെതിരെയുള്ള ശബ്ദമായി മാറി. അത് ആ അർത്ഥത്തിൽ തന്നെ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇത് വലിയ മൂവ്മെന്റായി മാറുകയും ഇന്നലെ ഇപ്പോൾ അബ്ദുറബ്ബ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഒരാൾ നടത്തിയ ലിംഗ വിവേചനപരമായ പരാമർശങ്ങൾക്കെതിരെ വലിയ ശക്തമായ മൂവ്മെന്റായി മാറേണ്ട ദിവസമാണിന്ന്. അതിനെതിരെ അടക്കമുള്ള ശക്തമായ വലിയ ജനകീയ മുന്നേറ്റം നടക്കുന്ന, ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം നടക്കുന്ന, വളരെ വ്യക്തമായി RSSനെയും അടക്കമുള്ള മത തീവ്രവാദ സംഘടനകളെ എതിർക്കുന്ന ഒരു മുന്നേറ്റമായി മാറിയിരിക്കുന്ന ദിവസം ഈ സമരത്തെയും ഈ മൂവ്മെന്റിനെയും ഈ കുറ്റകൃത്യത്തെയും ഒന്നിച്ചു കെട്ടാൻ ശ്രമിക്കുന്നത് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ശ്രീ രാഹുൽ ഈശ്വർ, നിങ്ങളൊരു പക്ഷേ ഒപ്പം ഇരുന്ന് സംസാരിച്ചിട്ടുള്ളവരായിരിക്കും. രാഹുൽ പക്ഷേ ആദ്യം തന്നെ ഞെട്ടലുണ്ടോ? അല്ല, വിഷമമുണ്ട്. നമ്മൾ ഞെട്ടലെന്നല്ല, അത് കേട്ടതിൽ വളരെ വിഷമമുണ്ട്. ആദ്യ കാര്യം 3 പോയിന്റ്. ഒന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവർ അവരെ കല്ലെറിയട്ടെ, നിങ്ങളിൽ പാപമില്ലാത്തവർ അവരെ കല്ലെറിയട്ടെ, നിങ്ങളിൽ പാപമില്ലാത്തവർ അവരെ കല്ലെറിയട്ടെ.
അവർ ജീവിതത്തിൻ്റെ വഴികളിൽ വീണു പോകുന്നവരാണ്. അങ്ങനെ കണ്ടാൽ മതി. ഈ രാഹുൽ പശുപാലൻ എന്താ ജനിച്ചപ്പോഴേ ഒരു പെൺവാണിഭക്കാരനാണ് എന്ന രീതിയിലൊന്നും പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ജീവിതത്തിൻ്റെ വഴികളിൽ ആധുനിക ഒരു കോർപ്പറേറ്റ് ഗ്രീഡിൽ വളരെയധികം ധനമോഹത്തിലൊക്കെ അവർ ചതിക്കുഴികളിൽ പെട്ടുപോകുന്നവരാണ്. അങ്ങനെ ഒരു സമീപനം എടുക്കണമെന്നുള്ളതാണ്. അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ, പീഡോഫീലി അടക്കം കുട്ടികളുടെ ചൈൽഡ് ട്രാഫിക്കിംഗ് അടക്കമുള്ള കേസുകൾ ഉണ്ടെങ്കിൽ വളരെ രൂക്ഷമായി ശിക്ഷിക്കണം. നിയമം വരെ ശിക്ഷിച്ചോട്ടെ, പക്ഷേ പൊതുസമൂഹം കല്ലെറിയണ്ട. നമ്മൾ ആരും ശ്രീരാമനോ യേശുദേവനോ ഒന്നുമല്ല, ആരും ഹോളിയർ ദാൻ ദോ ചമയണ്ട. രണ്ടാമത്തെ കാര്യം, ഇതിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കുറേ ആൾക്കാരുണ്ട്. ഒന്ന്, ജയ്ഹിന്ദ് ചാനൽ ആദ്യം പുറത്തു കൊണ്ടുവന്ന് ജയ്ഹിന്ദിനെ. രണ്ട്, യുവമോർച്ചയുടെ സമീപനങ്ങൾ. മൂന്ന്, ശ്രീ പിണറായി വിജയൻ അടക്കം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവ് ഇതിനെ തെള്ളിപ്പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. കാര്യം ഞങ്ങളൊക്കെ പറയുന്നതിന് ലിമിറ്റഡ് റീച്ചാണ്. അദ്ദേഹത്തെ പോലൊരു സീനിയർ ആൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം സപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് മാറി പറഞ്ഞ ഡിവൈഎഫ്ഐയിലെ സ്വരാജ്, രാജേഷ്, ചിന്താ ജെറോമിനെ പോലെ വളരെ യുവത്വമുള്ള നമ്മുടെ നേതാക്കൾ. കാര്യം ഒരുപാട് മീഡിയ പ്രഷറുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയാൻ. എന്നിട്ടും ഇവരെ അനുകൂലിക്കാൻ നിന്നവർ സാംസ്കാരിക മുസ്ലിം സംഘടനകൾ അല്ല, തീർന്നില്ല. KSU അല്ല, ഇതിന്റെ ഒരു ഉപോൽപ്പന്നമാണിത്. അതുകൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. KSUലെ ജോയ്, ഇന്നത്തെ ഹീറോ എന്തായാലും DAG ശ്രീജിത്ത് ആണ്. അപ്പൊ ഇത് കൊണ്ടുവരികയും പലപ്പോഴും കിസ് ഓഫ് ലവ് അടക്കമുള്ള എക്സ്ട്രീം റിയാക്ഷൻസിൽ ഇത്തരം തീവ്ര എലിമെന്റ്സ് കടന്നുകൂടിയിട്ടുള്ള സംശയം ആദ്യം മുതലേ ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാൻ കാര്യം, എല്ലാ ചാനലിലും കിസ് ഓഫ് ലവിനെ എതിർത്തിരുന്ന വ്യക്തി ഞാനാണ്. പക്ഷേ ഇവരെ കഴിയെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ നോക്കണം. തള്ളിക്കളയണ്ട, തല്ലിക്കളയണ്ട. പാപിയെ വെറുക്കണ്ട, പാപത്തെ വെറുത്താൽ മതി. അതാണ് ഗാന്ധിയൻ സമീപനവും. പക്ഷേ ശ്രീ ജോസഫ്, അങ്ങനെ ഒരു സ്പേസ് എവിടെയെങ്കിലും നമുക്ക് കണ്ടെത്താനാവും. അത് സ്വാഭാവികമായും കുറ്റവാളിക്ക് പ്രചോദനം നൽകുന്ന ഒരു അവസ്ഥ കൂടിയല്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ നമുക്ക് രാഹുലൊക്കെ നമ്മുടെ സുഹൃത്താണ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രസം തോന്നും. ഇവരെയൊക്കെ നന്നാക്കി കളയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഒരിക്കലും നന്നാകില്ല. ഞാൻ പറഞ്ഞേ കേട്ടുള്ളൂ. ഈ രാഹുൽ ശിശുപാലനും ഇവരൊക്കെ ഇതിനകത്ത് വന്നത് ദുരുദ്ദേശത്തോടെ തന്നെയാണ്. അവരുടെ പ്രവൃത്തി തന്നെ മോശം. ഇപ്പോൾ അതിലും മോശപ്പെട്ട പ്രവൃത്തിയാണ് ഇപ്പം ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള അവർ ലീഡർഷിപ്പ് കൊടുക്കുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട്. അത് നന്നായിട്ട് ചിന്തിക്കുന്നവർ, ഇപ്പം നേരത്തെ അദ്ദേഹം സംസാരിച്ച പോലെ നന്നായിട്ട് ചുംബന സമരത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടി, നല്ല ഉദ്ദേശത്തോട് വന്നവരുണ്ടാകാം. അത് സമൂഹത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ച് വന്നവരുമായിരിക്കാം. അതൊക്കെ നല്ല കാര്യങ്ങൾ. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും അതിനകത്ത് വന്നിട്ടുള്ളവർ അവരുടെ വ്യക്തിപരമായ നേട്ടത്തിനും സെക്സ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവരെല്ലാം വന്നു ചേർന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടെ, ഇനി രാഹുൽ പശുപാലനെ, സാറൊക്കെ ആദ്യം എതിർത്ത ആളാ, ഇനിയും രാഹുൽ പശുപാലനെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന പലർക്കും കണ്ടാൽ തൊട്ടുകൂടാത്തവനാവും, നിഴൽ കണ്ടാൽ അശുദ്ധമാവും, ഞങ്ങൾക്ക് ഇവനെ അറിയേയില്ല എന്ന് പറയും. അങ്ങനെ ശ്രീ ലസച്ചൻ ഒരു പക്ഷേ അത് കൂടുതൽ വ്യക്തമാക്കും. ഇവിടെ നേരത്തെ പറയുന്ന കൂട്ടത്തിൽ ശ്രീ രാഹുൽ ഈശ്വർ പറയുകയുണ്ടായി, കിസ് ഓഫ് ലവിന്റെ ഒക്കെ ഉപോൽപ്പന്നം തന്നെയാണ് ഇത് എന്ന തരത്തിൽ. പക്ഷെ നേരത്തെ തന്നെ കിസ് ഓഫ് ലവ് പ്രവർത്തകർ അത് തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശ്രീ ലസർ ഷൈൻ, ഇപ്പോൾ കാലാകാലങ്ങളായി രാഹുൽ പശുപാലനെയല്ല, നമ്മുടെ മുന്നിലിരിക്കുന്ന രാഹുൽ ഇന്ന് വിവരക്കേടുകൾ പറയാനായുള്ള സ്വാതന്ത്ര്യം ഈ സമൂഹത്തിൽ ഉണ്ടല്ലോ. ആ സ്വാതന്ത്ര്യമുള്ള സമൂഹമാണിത്. നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയുമാണ്. നമ്മളതിനെ രാഹുലിന്റെ വിവരക്കേട് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ നമ്മളതിനെ തള്ളിപ്പറയുന്നില്ലല്ലോ. ഇത്തരത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. ആ പറയുന്ന കാര്യത്തെ രാഹുൽ പറയുന്ന അഭിപ്രായ പ്രകടനമെന്നാണ്. പക്ഷെ രാഹുൽ നുണയാണ് പറയുന്നത്. പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സദാചാര പോലീസിംഗ് എന്നുള്ളത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറഞ്ഞ ആളാണ് ശ്രീ പിണറായി വിജയൻ. യുവമോർച്ചക്കാർക്ക് അദ്ദേഹം പിന്തുണയെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ചൂണ്ടിക്കാണിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ വിഷയത്തിൽ തന്നെ എടുക്കാം. അദ്ദേഹം വിവരക്കേടെന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന് മാത്രം വിവരമുണ്ട് എന്ന് കരുതാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ഞാനത് അനുവദിച്ചു കൊടുക്കുന്നു. രണ്ട്, ശ്രീ പിണറായി വിജയൻ നിങ്ങൾക്ക് അങ്ങനെ ഉമ്മ വെക്കണമെങ്കിൽ വീട്ടിൽ പോയി വെച്ചാൽ മതി എന്ന് പറഞ്ഞ എവിടെയാ? ഡിവൈഎഫ്ഐ പത്രക്കുറിപ്പെടുത്ത് തെള്ളിക്കളഞ്ഞു കിസ് ഓഫ് ലവ് എന്ന സമരം. ഇതൊന്നും സുഹൃത്ത് കാണുന്നില്ലേ? പത്രങ്ങളും ടിവികളും സ്ഥിരം കാണണം, എന്നാലേ ഈ വാർത്തയൊക്കെ അറിയൂ. ശ്രീ പിണറായി വിജയൻ ഔദ്യോഗികമായും ഡിവൈഎഫ്ഐ ഔദ്യോഗികമായി കിസ് ഓഫ് ലവ് സമരം തെള്ളിക്കളഞ്ഞു. കാര്യം രാഹുൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, രാഹുൽ ഒരു വർഷമായി രാഹുൽ കഴിഞ്ഞ ഒരു വർഷമായി നവംബർ 2 തീയതി മുതൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചുംബന സമരത്തിനെതിരെ അത് അരാജകത്വ സമരമാണെന്ന്. അതിനു മുമ്പ് എന്റെ സുഹൃത്തെ, അരാജകത്വം എന്ന് പറയുന്ന ആഭാസം ഞങ്ങൾ നിങ്ങളെ കണ്ടു സുഹൃത്തെ. അതിന് ഞങ്ങൾ ഇവിടെ ഒന്നും പ്രശ്നം മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമാണ്. ഇവിടെ RSS എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ തന്നെയാണ് ഈ സമരം. സംഘടനകൾക്കെതിരെ തന്നെയാണ് ഈ സമരം. അതിലൊരാൾ കുറ്റം ചെയ്താൽ അയാൾ കുറ്റവാളിയാണ്. കുറ്റമായും സമരത്തെ സമരമായും കാണാൻ നിങ്ങൾ പഠിക്കൂ. നിങ്ങൾക്ക് സമരത്തെ സമരമായും വ്യക്തിയായും നിങ്ങൾ നിയമം പഠിച്ച ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറ്റത്തെ കുറ്റമായും സമരത്തെ സമരമായും കാണാനായിട്ടുള്ള
ഒരു സാക്ഷരതയുള്ള ആളായി ഞാൻ നിങ്ങളെ മനസ്സിലാക്കി. ഉത്തരം കിട്ടാഞ്ഞപ്പോൾ കൊഞ്ഞനം കാട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ യാതൊരു രാഷ്ട്രീയ വിഷയമല്ല. കിസ് ഓഫ് ലവിനെ ശ്രീ പിണറായി വിജയൻ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. കിസ് ഓഫ് ലവിനെ ഡിവൈഎഫ്ഐ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഞങ്ങൾ ആരും സദാചാര പോലീസിനെ അംഗീകരിക്കുന്നവരല്ല. പക്ഷേ മറുപടി സദാചാര അരാജകത്വമല്ല. ഇത് തന്നെയാ ചിന്തോചരവും പറഞ്ഞത്, ഇത് തന്നെയാ ഡിവൈഎഫ്ഐ പറഞ്ഞത്, ഇത് തന്നെയാ യുവമോർച്ച പറഞ്ഞത്, ഇത് തന്നെയാ കേസുവിലെ പലരും പറഞ്ഞത്. അപ്പോ അമിതമായ ഇടത് ചാഞ്ഞ് നിൽക്കുന്ന ശ്രീ വി ടി ബൽറാമിനെ പോലെയോ ശ്രീ എം ബി രാജേഷിനെ പോലെയോ കുറെ ആൾക്കാർ മാത്രം വെക്കുന്ന ആശയം എല്ലാ പാർട്ടികളുടെയും അല്ല, ആർ എസ് എസിനും പിണറായി വിജയനും ഒരേ അഭിപ്രായമാണെന്ന് രാഹുൽ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല. ഇത് ജനങ്ങൾ കേൾക്കുന്നുണ്ട്, അവർ തീരുമാനിക്കുന്നു. ആർ എസ് എസ് പറഞ്ഞതും പിണറായി പറഞ്ഞതും ഒരേ കാര്യമാണ് ഒരേ കാര്യമാണെന്ന് പറയുന്നത്. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടത്തെ ഏതായാലും നമുക്ക് ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കിസ് ഓഫ് ലവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഹുൽ പശുപാലനും അടക്കമുള്ളവർ ഇത്തരത്തിൽ ഒരു ഓൺലൈൻ പെൺവാണിഭം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ മാക്സിമം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു സ്പേസ് എങ്ങനെയുണ്ടായി, അതിൽ കൃത്യമായ മറുപടി ഏതായാലും ലസർ ഷൈന്റെ ഭാഗത്തു നിന്നും വരേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട കൂടുതൽ റെയ്ഡുകൾ പുരോഗമിക്കുന്നു, അറസ്റ്റുകൾ ഇനി ഉണ്ടാകുമെന്ന സൂചനകൾ വരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതായാലും ലസർ ഷൈന്റെ ഒരു മറുപടിയിലേക്ക്, സ്പെസിഫിക്കായ ഒരു മറുപടിയിലേക്ക് തന്നെ പോകേണ്ടതാണ്. അല്പം മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ കിസ് ഓഫ് ലവിന്റെ ഉപ ഉൽപ്പന്നമാണ് ഇതൊക്കെ എന്ന തരത്തിലേക്ക് ചേർത്ത് വായിക്കാനുള്ള ഒരു സ്പേസ് എങ്ങനെ ഉണ്ടായി ശ്രീ ലസർ ഷൈൻ? കിസ് ഓഫ് ലവിന്റെ ഉപോൽപ്പന്നമാണ് ഇത് എന്ന് ചേർത്ത് വായിക്കുന്നത് ആരാണ് ചേർത്ത് വായിക്കുന്നത്? ഈ സമരം ഇത് ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്. കൊച്ചിയിൽ നടക്കുന്ന കിസ് ഓഫ് ലവ് മുതൽ കോഴിക്കോട് നടക്കുന്ന കിസ് ഇൻ ദ സ്ട്രീറ്റ്, ആലപ്പുഴയിൽ നടന്ന കിസ് അഗെയിൻസ്റ്റ് ഫാസിസം, ഹൈദരാബാദിലും തിരുവനന്തപുരത്തും നടന്ന സമരങ്ങൾ, ഈ സമരങ്ങളിലൊന്നും തന്നെ ഒരു നേതൃത്വം ഇല്ല. അപ്പം നേതാവ് എന്ന് പറയുന്ന ഫിഗർ ഇല്ല. ഈ പറയുന്ന രാഹുലിനെ പോലെയുള്ള ചില മുഖങ്ങളെ അല്ലെങ്കിൽ ചില മുഖങ്ങളെ ഇതിൻ്റെ ഫേസ് ആക്കി മാറ്റിയത് അത് മീഡിയയുടെ ആവശ്യമായിരുന്നു. കിസ് അഗെയിൻസ്റ്റ് ഫാസിസം എന്ന് പറയുന്ന സമരത്തെ ചുംബന സമരം എന്ന് ചുരുക്കി പറഞ്ഞത് മീഡിയയാണ്. വളരെ തുല്യമായ ഉത്തരവാദിത്വം ഇത്തരം കാര്യങ്ങളിൽ. ഇതൊരു സെലിബ്രിറ്റിയായി മാറുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണത്. ഒരാൾ എങ്ങനെയാണ് സെലിബ്രിറ്റിയായി മാറുന്നത്? ഒരാൾ സെലിബ്രിറ്റിയായി മാറുന്നതിന് ആ പ്രസ്ഥാനം എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്? ഇവിടെ ഒരു മൂവ്മെന്റ് ഉത്തരം പറയേണ്ടതില്ല. ഇവിടെ വളരെ വളരെ ശക്തമായി ഇന്ന് ആ മൂവ്മെന്റിന്റെ ഭാഗമായി കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഞാൻ വായിച്ചത് അവർ വളരെ ശക്തമായി തന്നെ ഇതിനെ അപലപിക്കുന്നുണ്ട്. ഈ കുറ്റകൃത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് ആ പേജ് ഇന്ന് പെരുമാറിയിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. ആ പേജാണ് കിസ് ഓഫ് ലവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്ഥാന രൂപത്തിലുള്ള ഒരു കാര്യം. ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറയുന്ന പേജിനെ രാഹുൽ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പേജിനെ അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റകൃത്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വളരെ ശക്തനായ മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സാധ്യതകളെ നേതാവാണെന്നുള്ള തരത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അറിയേണ്ട കാര്യങ്ങളാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് വന്ന റിപ്പോർട്ടുകളിലൊന്നും തന്നെ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല. കൂടി നമ്മോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുന്നുണ്ട്. ഒരുപക്ഷെ സമീപകാലത്തുണ്ടായിട്ടുള്ള തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഉണ്ടായിട്ടുള്ള പെൺവാണിഭ റാക്കറ്റുകളുടെ റെയ്ഡും അറസ്റ്റുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ, അതിനപ്പുറത്തേക്കുള്ളൊരു വലിയ ഡെപ്ത് ഇതിനുണ്ട്. കാരണം ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാമെന്ന് കേൾക്കുന്നു, കൂടുതൽ റെയ്ഡുകൾ ഈ വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇവിടെ നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള അപജയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്പേസ് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ വിധത്തിലൊന്ന് പരിശോധിച്ചാൽ, പ്രസന്റ് സിറ്റുവേഷനിൽ വെച്ച് നമ്മളൊന്ന് പരിശോധിച്ചാൽ തെറ്റ് ചെയ്തിട്ടുള്ളവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. പെൺകുട്ടികൾ 6 വയസ്സും 12 വയസ്സും ഒക്കെയുള്ള കുട്ടികളെ പിന്നെ വാണിഭത്തിന് ഇരയാക്കി എന്ന് ഒരു ഉത്തരവാദിത്തമുള്ള പോലീസ് ഓഫീസർ പറയുകയല്ലേ. നമ്മൾ അതിൻ്റെതായ ഗൗരവത്തിൽ കാണണം. ഇത്രയും വലിയ ക്രൈംസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവിടെ ആണും പെണ്ണും അടുത്തിരിക്കരുത്, മിണ്ടരുത്, മാറിയിരിക്കുന്നു പറയുമ്പോഴും ഇവിടെ ചൂഷണം നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വരെ വിൽക്കുന്നുണ്ട്. അതിന് ബയേഴ്സ് ഉണ്ട്. അത് ആൾക്കാർ പിന്നെ കച്ചവടത്തിന് ഇരയാക്കുന്നുണ്ട്. പട്ടാപ്പകൽ നമ്മുടെ നാട്ടിൽ ഓൺലൈൻ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് മല്ലൂസ് എന്നോ അല്ലെങ്കിൽ പിന്നെ കുഞ്ഞു മക്കളെന്നോ
കുഞ്ഞുറാണികളെന്നത് കൊച്ചു സുന്ദരി എന്നോ വലിയ സുന്ദരി എന്നോ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ നല്ലപോലെ കച്ചവടം നടക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പുറം എന്ത് മനസ്സിലാക്കാൻ? പക്ഷെ ഇത്തരത്തിലുള്ള അറസ്റ്റുകൾക്ക് അപ്പുറത്തേക്കുള്ളൊരു വ്യാപ്തി ഇതിനില്ലേ? ഇത്തരം പിടിക്കപ്പെടാത്ത എത്രയോ സംഘങ്ങൾ, പരാതി വരാത്ത ഉണ്ടല്ലോ. നമ്മളിതൊക്കെ എല്ലാ കാലത്തും എത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. ഞാൻ പറയാം, ഇത് എന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് അണ്ടർ ദ കാർപ്പറ്റാണ്. ഇതൊരിക്കലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. പക്ഷെ അമിതമായി പിന്നെ പെൺകുട്ടികളെ റെസ്ട്രിക്ട് ചെയ്ത് ബാക്കി വീട്ടിൽ സംസാരിക്കാൻ പാടില്ല, ആഗ്രഹങ്ങൾ സംസാരിക്കാൻ പാടില്ല, പ്രണയം സംസാരിക്കാൻ പാടില്ല, ഇഷ്ടം സംസാരിക്കാൻ പാടില്ല, ഒന്നും സംസാരിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു പയ്യൻ ഒരു ഉമ്മ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ പേര് ഭീഷണിപ്പെടുത്തി കൊണ്ട് വിറ്റാൽ അതും വെളിയിൽ മിണ്ടാൻ പാടില്ല. കാരണം വെളിയിൽ ഇറങ്ങിയാൽ സംസ്കാരം പോയി, തീർന്നു. ആ കുട്ടിയുടെ ജീവിതം ആര് കല്യാണം കഴിക്കും? അയ്യോ എന്നാണ് വീട്ടിൽ പോലും ഒന്നും സംസാരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ദിസ് ഈസ് എ ബിഗ് മാർക്കറ്റ്. ഒരു തവണ കോളേജിലെ സോഷ്യലിന് ഒരു ഡ്രിങ്ക് കഴിച്ചോ അല്ലെങ്കിൽ ഒരു പിന്നെ കഞ്ചാവ് കൊടുത്ത് ഒന്ന് മയക്കി ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ ജീവിതകാലത്തേക്ക് അടിമയാണ്. നമ്മളെല്ലാവരും അനുഭവിക്കുക അറിയുകയും ചെയ്ത കാര്യങ്ങളാണ്. ഇത് ഇങ്ങനെയുള്ള കേസ് ഓഫ് ലവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഉള്ള സമരങ്ങളിൽ പോയി പെടുന്ന പെൺകുട്ടികൾ ഇതിനകത്ത് ശരിക്കും ട്രാപ്ഡ് ആവുകയാണ്. എല്ലാവരും അതിനകത്ത് കുഴപ്പത്തിലാണെന്ന് എല്ലാവരും മനഃപൂർവ്വമായിട്ട് ഈ കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു അപകടമാണോ അയ്യോ അത് സംഭവിച്ചു അങ്ങനെയൊന്നുമല്ല. അതൊരു പ്രക്ഷോഭം നടന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആവശ്യക്കാർ ഉപയോഗിക്കും. അത് ലോകത്തിൻ്റെ നിയമമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹവും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മോചനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മനുഷ്യർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്രയും കേരളം അടഞ്ഞ ഒരു സ്ഥലമാണ്. ശരിക്കും ഇവിടുന്ന് സങ്കടം തോന്നുന്നു. അതാണ് അതിനകത്ത് ഒരു കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോട് അടുത്ത് പെരുമാറുമ്പോൾ നമുക്ക് തോന്നുന്ന അവർക്കൊരു വിഷമം തുറന്നു പറയാനൊരു സ്ഥലമില്ല. വീട്ടിൽ ചെന്നാൽ ഭർത്താവുമാരെയും അച്ഛനും അമ്മയും കൂടെ അടി, അവിടെ കള്ളുകൂടി, അവിടെ പ്രശ്നം. അമ്മയുടെ പിന്നെ മെയിൽ തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ വക 100 ഫ്ലേട്ടുകളുടെ കഥകൾ അവർ ഓൺലൈനിൽ അവർ കാണുന്നു. അമ്മയുടെ മെസ്സേജസിൽ അമ്മാതിരി അശ്ലീലങ്ങൾ. രാത്രി 10 മണിക്ക് 1 മണിക്ക് അവർ മെസ്സേജ് അയക്കുന്നു. ഇപ്പോൾ ഇവർ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? വെളിയിൽ എല്ലാവരും മാന്യമായിട്ട് അയ്യോ ആണോ എന്ത് പറ്റി ആ കുട്ടി എല്ലാവർക്കും പിള്ളേരെയാണ് പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ് പിന്നെ കോളേജിലും സ്കൂളിലും പേരുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റരുത്, അവരെ എങ്ങനെ പഠിപ്പിക്കാം, ഇതാണ് പഠിപ്പിക്കൽ. ഈ തെറ്റ് ഈ ഫ്രസ്ട്രേഷൻ ഒഴിവാക്കുക, ഈ ആഗ്രഹം നമ്മൾ നിയന്ത്രിക്കുക. അല്ലെ പറയ്ക്ക് എന്ന് പറയാൻ പഠിക്കുന്നത് ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ക്യാമ്പസുകളിൽ നിന്നാണ്. എന്നാൽ മറിയിക്കരുത് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ, ഇഷ്ടത്തെ തിരിച്ചറിയാൻ, നമ്മുടെ ശരീരത്തിൽ ആ ഒരു അടുത്തിരിക്കും ഒരു പുരുഷനുമായിട്ട് അടുത്തിരിക്കും നമുക്കുണ്ടാകുന്നൊരു വല്ലാത്തൊരു വെപ്രാളം വരും. നമ്മുടെ ബോഡി ഇങ്ങനെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പോലെ നമ്മളിങ്ങനെ ഒരു മനസ്സിനൊരു കിടുകിലൊക്കെ വരും. അത് ഡീസെൻസിറ്റൈസ് ചെയ്യാൻ പഠിപ്പിക്കാം. സൈക്കോളജിസ്റ്റുകൾക്ക് പറ്റും. അത് തിയേറ്റർ ചെയ്യുന്നവർ പഠിപ്പിക്കും. എന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ പറ്റും. അപ്പോൾ അത് ചെയ്ത് പിള്ളേരെ നോർമലാക്കി അവരുടെ ശരീരം അവർക്ക് ആരോടാണ് റിയാക്ഷൻ വരുന്നത്, അവരുടെ മനസ്സാരോടാണ് ഇഷ്ടം, എന്താണ് പ്രണയം. മറ്റത് എല്ലാവരോടും പ്രണയം തോന്നും. അടുത്ത് വന്ന് 2 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഹീറോയെ കണ്ടു കഴിഞ്ഞാൽ പ്രണയമാണ്. അയ്യോ അവനോട് എനിക്ക് എന്ത് പറയുന്ന ഒരു ആരാധന തോന്നും. അത് ആ പ്രായത്തിൻ്റെയാണ്. അത് നമുക്ക് വേർതിരിച്ച് കൊടുക്കാൻ പഠിപ്പിക്കാം. ഇതൊന്നും നമ്മളുടെ ഇടയിൽ സംസാരിക്കാൻ സമ്മതിക്കില്ലല്ലോ. ഇതൊക്കെ സംസ്കാരത്തിനെതിരെ. അവിടെയാണ് സംസാരിക്കാനുള്ള ഒരു സ്പേസ്. അല്ല, 2 കാര്യം. അമിത അച്ചടക്കം അപകടമാണ്, അതേപോലെ അമിത സ്വാതന്ത്ര്യം അപകടമാണ്. ഇതിൻ്റെ ഇടയിൽ എങ്ങനെ നമ്മളൊരു ബാലൻസ് എടുക്കുന്നു എന്നുള്ളതാണ് സീരിയസ് എടുക്കുന്ന വിഷയങ്ങൾ. 1 ഓൺലൈൻ സെക്സ് റാക്കറ്റുകൾ സജീവമാണ്. 2 ഓൺലൈൻ ഡ്രഗ് പാർട്ടീസ്. നേരത്തെയൊക്കെ നമ്മൾ പെൺകുട്ടികളടക്കം ഈ അടുത്തിടയ്ക്ക് 12 +2 പെൺകുട്ടികൾ അതിൽ പെട്ടുപോയത് കണ്ടു. 3 ചൈൽഡ് പോണും ബാക്കിയുള്ള പോണും വളരെ ഇതാണ്. അപ്പം നമ്മൾ ഇവരെ തള്ളിക്കളയാതെ ഇവർ വീണുപോയവരാണ് എന്നൊരു സമീപനം വേണം. 3 എന്താ സൊല്യൂഷൻ? എത്തിക്കൽ അവയർനെസ്, ലീഗൽ അവയർനെസ്, പേരന്റിങ്, പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ. ഇതല്ലാതെ ഇവരെ ഒരു ആയുഷ്കാലം മുഴുവൻ ജയിലിലിട്ട് എന്ത് മാറ്റം ഉണ്ടാവുമെന്നാണോ? ഇത്തരം വീണുപോയവരെ തിരിച്ചു കൊണ്ടുവരികയും നമ്മുടെ സ്കൂൾ തലത്തിൽ കൃത്യമായി പറഞ്ഞാൽ 8ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും ഡിഗ്രി ഫസ്റ്റ് ഇയറിലും നമ്മൾ ഒരു സൈക്കോളജി അവയർനെസ് അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ പോലെ സെൻസിറ്റൈസേഷൻ പോലുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ സമൂഹം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുറേ മുന്നൊരുക്കങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരുപാട് ഫ്രീ ആയി. പക്ഷേ അതിന് വേണ്ട റെസ്പോൺസിബിലിറ്റി എടുക്കാൻ നമ്മളെ സെൻസിറ്റൈസ് ചെയ്തിട്ടില്ല, ഓറിയന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എത്തിക്കൽ അവയർനെസ് എന്ന് വിളിക്കാം, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് വിളിക്കാം, ഇഷ്ടമുള്ള പേര് വിളിച്ചാൽ മതി. പക്ഷേ പേര് വിളിക്കുന്നതിലല്ല, ഈ രീതിയിൽ അവരെ തയ്യാറാക്കുന്നതിൽ നമ്മുടെ സമൂഹം പരാജയപ്പെട്ടതായി കാണണം. ഇവരെ തള്ളി പറയാനല്ല, ഇവരെ അടക്കം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സമീപനമാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ ആ തിരിച്ചു കൊണ്ടുവരാനുള്ള സ്പേസിനെ കുറിച്ച് നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറയുകയുണ്ടായി. ഇവിടെ സൂചിപ്പിച്ച വിഷയം ഇപ്പോൾ തന്നെ രാഹുൽ പശുപതിയുടെ കാര്യത്തിൽ പോലും അവർക്ക് ഒന്ന് മാപ്പാക്കി അവരെ നല്ല വഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്പേസ് കൊടുത്തൂടെ എന്നാണ്. നിയമത്തിന്റെ വഴിക്ക് പോകരുത് എന്നാണ്. പക്ഷേ അതിനൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇതിനൊരു ഡെപ്തോട് ചിന്തിക്കണം. നേരത്തെ താങ്കളടക്കം പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റാക്കറ്റാണ്.
പക്ഷെ അതിനൊക്കെ ആ വിധത്തിലാണോ കൈകാര്യം? എനിക്ക് രാഹുൽ പശുപതിയെ പരിചയമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ KSF-11 ഒരു കാര്യങ്ങളിൽ ഇടപെടാനൊന്നും താല്പര്യപ്പെട്ടിരുന്നില്ല. അതിൻ്റെ മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു സമരമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒരു വെപ്രാളം പിടിച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു സമരമായിട്ടാണ് എല്ലായിടത്തും ഇത് കത്തിക്കാളുമ്പോൾ എന്താണ് ഇവരുടെ മനസ്സിലെ വികാരം നമുക്ക് മനസ്സിലാവുന്നല്ലാതെ അതിനകത്തോട്ട് വരാൻ താല്പര്യം തോന്നിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ എക്സ് ഓർ വൈ ഇപ്പോൾ പിന്നെ അദ്ദേഹം ഒരു നേതൃസ്ഥാനത്ത് നിന്നിരുന്നു, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പയ്യനാണ്, കാണാൻ കൊള്ളാവുന്ന പയ്യനാണെന്ന് വിചാരിച്ചിട്ട് കുറ്റത്തിൽ നിന്നൊന്നും വിമുക്തവനാവാൻ പറ്റില്ല. പിള്ളേരെ തൊട്ട് കളിച്ചിട്ടുള്ള ആരെയും ഉപദ്രവിക്കുക, ആരെയും 12 വയസ്സിൽ താഴെയുള്ള പിള്ളേർ, 15 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായ വിഷയമാണ്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഫോർ എവർ അവർ നശിച്ചു. അവർ മുതിർന്ന സ്ത്രീകളെ വെച്ചിട്ട് എന്ത് കുന്നം കാണിക്കുന്ന പോലെ അല്ല. മനുഷ്യർക്ക് ശരീരത്തിന് ആവശ്യമാണെങ്കിൽ അവർ പിന്നെ എല്ലാവരും പോകുന്നുണ്ടല്ലോ ഏതാണ്ടൊക്കെ സ്ഥലങ്ങളിൽ, പിന്നെ മസാജ് എന്നോ ഒപ്പം പറഞ്ഞ് അങ്ങനെ പോട്ടെ. അല്ലാതെ കുഞ്ഞുങ്ങളെ തൊടുന്ന പരിപാടി അത് ഏറ്റവും വലിയ കുറ്റമാണ്. അതാര് ചെയ്താലും ശരി, അതിനകത്ത് ഒരു മുഖമേ ഇല്ല. യെസ്, അവിടെയാണ് ശ്രീ ജോ ജോസഫ് ഈ സൂചിപ്പിച്ച പോലെ അവിടെ നിയമത്തിന് കൊടുക്കാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇന്നിപ്പോൾ ഇത്ര വലിയൊരു റെയ്ഡ് നടന്നു. അതൊരു പക്ഷേ നേരത്തെ ഈ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് മല്ലു എന്ന് പറയുന്ന സൈറ്റിൻ്റെ അഡ്മിൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ, ആവർത്തിച്ചു കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ, ഒരു ജനുവരിയിൽ എന്തോ ആണ് ആദ്യ പരാതി കൊടുത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്, ഉണ്ടായൊരു സംഭവമാണ്. ഇത്ര വലിയ റെയ്ഡുകൾ നടക്കുന്നു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നിയമത്തിന് നൽകാൻ കഴിയുന്ന കുറച്ച് ഉറപ്പുകളില്ലേ? പ്രത്യേകിച്ച് കുട്ടികളുടെ വിഷ്വൽ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരസ്യമായി തന്നെ ബാർഗെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് നിയമത്തിന് എന്ത് ചെയ്യാനാവും അവിടെ? നിയമത്തിന് ഇപ്പം പോലീസ് ഇപ്പം അത്ര എക്വിപ്ഡ് അല്ല ഈ കാര്യത്തിൽ. ശ്രീജിത്തിൻ്റെ നേരത്തിൽ ഒരു സൈബർ സെല്ല് ഇപ്പം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും അഡ്വാൻസ് ചെയ്യാൻ നമുക്ക് സാധിച്ചത്. പക്ഷേ പോലീസിനെ കാലോചിതമായിട്ട് ഈ സൈബർ ഫീൽഡിലേക്ക് കൂടുതൽ പോലീസിനെ കൊണ്ടുവരണം. കാരണം ഇപ്പോൾ എക്സ്പെർട്സ് വളരെ കുറവാണ്. പോലീസിൽ 1-2 പേരേ ഉള്ളൂ. അതിനകത്ത് ഇപ്പം പല കാര്യങ്ങളും ഒഫൻസിലോട്ട് പോകുമ്പോൾ നമ്മൾ മറ്റുള്ള പ്രൈവറ്റ് ഏജൻസിയുടെ അടുത്ത് അല്ലെങ്കിൽ കെൽട്രോൺ പോലെയുള്ള സീഡാക്കിനെയൊക്കെ ഉപയോഗിച്ചിട്ട് അവരും ഒരു ലിമിറ്റിനപ്പുറം അവർക്ക് സഞ്ചരിക്കാൻ മേല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മിക്കവാറും ഉള്ള ക്രിമിനൽ മൈൻഡിലുള്ള IT-യിലുള്ള ആൾക്കാർ മുഴുവൻ വളരെ അഡ്വാൻസ്ഡ് ആണ്. ആ ലെവലിൽ പോലീസ് ചെന്നിട്ടില്ല. അപ്പം അവിടെ ചെല്ലണമെങ്കിൽ ഇനിയും താമസിക്കും. അന്നേരം ഇവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവും. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്കൂളിൽ ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ കുട്ടിയുടെയിലും ഇരിക്കുന്ന എൻ്റെ ഒരു മൊബൈൽ ഫോണെന്ന് പറഞ്ഞാൽ 800,000 രൂപയുടെ മൊബൈൽ ഫോണാണ്. അവർക്കൊക്കെ എങ്ങനെയാണ് കൂലിപ്പണിക്കാരൊക്കെ 30,000 രൂപ, 20,000 രൂപ, 25,000 രൂപയുടെ മൊബൈൽ ഫോണാണ് കയ്യിലിരിക്കുന്നത്. 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾ, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആ സ്കൂളിൽ എന്നെ വിളിക്കാൻ കാരണം, ആ സ്കൂളിലെ 10ാം ക്ലാസ് വരെയുള്ള 8ലും 7ലും 9, 10ലുള്ള കുട്ടികൾ ഒരു 8% to 10% സെക്സ് ചെയ്യുന്നു. അത് വളരെ ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത്. അതുകൊണ്ടാണ് എന്നെ അവർ വിളിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ 2 കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു. രഹസ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മിക്കവാറും എല്ലാ കോളേജിലും ഇത് തന്നെ അവസ്ഥ സാറേ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കും. അവർ രാഹുൽ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് കൂടുതൽ ആൾക്കാർ ഉപദേശം കൊടുക്കാനും അത് കൂടുതൽ സ്വാതന്ത്ര്യം കൂടിയിട്ടുണ്ടോ? പക്ഷേ നമ്മളിപ്പം ഇപ്പോഴത്തെ നമ്മുടെ ചർച്ചാ വിഷയത്തിൽപ്പെട്ട ഈ ചുംബന സമരം ഒരു ജനകീയ മുന്നേറ്റമേ അല്ല. ഇവിടെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ അത് ചെറിയ ജനകീയ മുന്നേറ്റമാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ ഇങ്ങനെയുള്ളതിനൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതൊരു ജനകീയ മുന്നേറ്റം, അബദ്ധസഞ്ചാരം, ആഭാസകരമായ പ്രവൃത്തി മാത്രമാണ്. നമ്മൾ ആലോചിച്ച് വെക്കണം. നിങ്ങളിപ്പം ഈ രാഹുൽ ശിശുപാലിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു, അവരെ നന്നാക്കിയെടുക്കാൻ പോകുന്നു പറഞ്ഞു. ശരി, ഈ കുട്ടികളെ ഇതിന് ഉപയോഗിക്കാനും 12 വയസ്സ് താഴെയുള്ള, പാർവതി പറഞ്ഞാൽ 12 വയസ്സ് താഴെയുള്ള കുട്ടികളെ ഉപയോഗിക്കുന്ന മനസ്സുള്ള ആളാണ് രാഹുൽ ശിശുപാലൻ. നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? അയാളെ നന്നാക്കേണ്ട സമൂഹത്തിന്, അയാളെ നന്നാക്കേണ്ട ആവശ്യമില്ല. അയാളെ പണിഷ് ചെയ്യണം, അയാളെ ശിക്ഷിച്ച് അകത്തിടണം. 100% പണിഷ് ചെയ്യണം. പക്ഷേ രാഹുൽ പശുപാലിനോട് ഇതേ ചർച്ചാവേദി ഇരുന്നിട്ടുള്ളതാണ്. രാഹുൽ പശുപാൽ ഒരു ബോൺ ക്രിമിനൽ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. വേണമെങ്കിൽ എനിക്കിപ്പം നന്നായി സ്കോർ ചെയ്യാൻ പറയാം. അല്ല, ഒരു സെക്കൻഡ്, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഞങ്ങളുടെ നിലപാടാണ് ശരി, ഞങ്ങൾ പറഞ്ഞത് കേൾക്കാത്തോടാണ് ഈ പ്രശ്നം വന്നത്, ഞാനായിരുന്നു വന്നേ ശരി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാര്യം ഇത് പറയാനും സ്കോർ ചെയ്യാനും പറ്റിയ അവസരമാണ്. ഇത് സ്കോർ ചെയ്യാൻ ഒരു അവസരമായിട്ട് എടുക്കരുത്. ജീവിത വഴികളിൽ വീണു പോകുന്നവർക്ക് കൈത്താങ് സമ്മതിക്കില്ല. അല്ല, വേണമെങ്കിൽ എനിക്ക് പറയാം ഞാനായിരുന്നു ശരി, നിങ്ങളെല്ലാം തെറ്റ്. അങ്ങനല്ല, ജീവിത വഴികളിൽ വീണു പോകുന്നവർക്ക് നിലപാട് വേണം. സ്കോർ ചെയ്യലിന്റെ പ്രശ്നമല്ലത്. ഇവിടെ മാഡവും ഇദ്ദേഹം സൂചിപ്പിച്ച വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളുണ്ട്. ആ ഗൗരവമുള്ള കാര്യങ്ങൾ ഇതാണ്: ഈ സൈബർ എന്ന് പറയുന്ന ഒരു സ്പേസിനെ
ഏത് തരത്തിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫേസ്ബുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കൊച്ചു സുന്ദരികൾ എന്ന് പറയുന്ന പേജ് പലതവണ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പലതവണ ഞങ്ങൾ എല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഫേസ്ബുക്ക് പറഞ്ഞത്, ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഫേസ്ബുക്കിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞല്ലോ. ഫേസ്ബുക്ക് പറയുന്നത് ഇതിനുള്ളിൽ വലിയ കുഴപ്പമുള്ള കണ്ടന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ആ പേജ് കളയാതിരുന്ന ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിന് അങ്ങനെ കുഴപ്പമുണ്ട്, ഞങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തവരാണ്. ഈ പറഞ്ഞല്ലോ, ഈ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് മല്ലൂസ് എന്ന് പറയുന്ന പേജ് ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനെതിരെ, അതിനെ അല്ലെങ്കിൽ പീഡോഫീലിയ എന്ന് പറയുന്നതിനെതിരെ വലിയ മൂവ്മെന്റ് നടത്തി. അത് ചുംബന സമരം ചെയ്ത അതേ ആളുകൾ തന്നെയാണ് സുഹൃത്തെ. അപ്പൊ അതൊരു മൂവ്മെന്റ് ആയിരുന്നു. ഞാൻ താങ്കളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ചുംബന സമരം എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആയിരുന്നു. അതിനുശേഷം ഒരുപാട് സമരങ്ങൾ നടന്നു. ഇതേ ആളുകൾ തന്നെയാണ് ഇരിക്കൽ സമരത്തിലുണ്ടായിരുന്നത്. മുതലമടയിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, ഞങ്ങൾ അവിടെ ക്വാറിക്കെതിരെ സമരം ചെയ്യാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. മൂന്നാറിലെ സമരങ്ങളിലുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഈ പറയുന്ന സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് മല്ലൂസ് അല്ല നിങ്ങൾ അത് മനസ്സിലാക്കൂ. ഞങ്ങൾ ഇവിടെ പറയുന്നത് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ, കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ, ഈ പറയുന്ന സദാചാര ഗുണ്ടായിസം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇന്ത്യൻ ഭരണഘടന അത് അനുശാസിക്കുന്ന വിധത്തിൽ നിയമ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സമരങ്ങളെല്ലാം. നമുക്ക് തിരികെ എത്താം, ദയവായി തുടരുക. പീഡോഫിലിയ, കുട്ടികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഓൺലൈൻ സൈറ്റിലൂടെ ഫേസ്ബുക്ക് ഉപയോഗപ്പെടുത്തി ബാർഗൈനിങ് നടത്തി പെൺവാണിഭം നടത്തി എന്നത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും സുപ്രധാനമായ വിഷയം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ കാര്യം തന്നെയാണ്. ഇവിടെ ഏതായാലും നവമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ടെക്നോളജി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു സ്പേസ് ആണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ പെൺവാണിഭക്കാർ ഉപയോഗപ്പെടുത്തുന്നത്. അതിനൊരു സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ രാഹുൽ കാര്യങ്ങൾ ദയവായി എൻ്റെ പെങ്ങന്മാർ ഓർക്കേണ്ട വളരെ അത്യാവശ്യമായിട്ട്, ദയവായി ഇത് കാണുന്ന എല്ലാ സഹോദരിമാരും ഓർക്കേണ്ട കാര്യം, ഈ മൊബൈൽ നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി അല്ല. 100% നമ്മുടെയാന്ന് പറയാൻ കഴിയില്ല. ഹാക്ക് ചെയ്യാൻ കഴിയും, ക്രാക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ എടുക്കുന്ന പേഴ്സണൽ ന്യൂഡ് ഫോട്ടോസോ വൾഗർ വീഡിയോസോ ലോകത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ കാണാൻ കഴിയും. ഇത് വെച്ച് ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട്. പോൺ ഇൻഡസ്ട്രി ഇന്ത്യയിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ്. പ്രത്യേകിച്ച് തുറന്നു പറയുന്നതിന് എന്താ പറയുക, ക്ഷമിക്കണം, മല്ലു ഗേൾസിൻ്റെ ഒരു ഡിമാൻഡുള്ള സൈറ്റുകൾ തന്നെ പലതും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ കാണണം. ഇത് ഒരു പാഠമായിട്ട് എടുത്താൽ മതി. അതിനർത്ഥം നിങ്ങൾ വീട്ടിനകത്തിരിക്കണം, ഇനി വെളി വരരുത് എന്നല്ല. പക്ഷേ സൈബർ എഡ്യൂക്കേഷൻ്റെ ക്ലാസ് യൂത്ത് കമ്മീഷനൊക്കെ വളരെ ആക്റ്റീവായിട്ട് എടുക്കുന്നുണ്ട്, വനിതാ കമ്മീഷൻ എടുക്കുന്നുണ്ട്. നമ്മൾ വേണ്ടത് സ്കൂൾ തലം മുതൽ ഇന്ന് എല്ലാവരും മൊബൈൽ ഉപയോഗിക്കും. മൊബൈൽ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹൈ എൻഡ് മൊബൈൽ തന്നെ എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഈ മൊബൈൽ എങ്ങനെ ഉത്തരവാദിത്വത്തോട് ഉപയോഗിക്കണം. ഒരേ കത്തി വെച്ച് നമുക്ക് ഒരാളെ കൊല്ലുകയും ചെയ്യാം, ഒരു ഡോക്ടർക്ക് ഒരാളെ രക്ഷിക്കുകയും ചെയ്യാം. ഒരേ അറ്റോമിക് എനർജി കൊണ്ട് ഒരു നഗരത്തെ ഇല്ലാതാക്കാം, ഒരു മുഴു രാജ്യത്തിന് നമുക്ക് വൈദ്യുതിയും കൊടുക്കാം. അപ്പം ടെക്നോളജി വാല്യൂ ന്യൂട്രൽ ആണ്. വാല്യൂ ന്യൂട്രലായ ടെക്നോളജിക്ക് വാല്യൂ ആഡ് ചെയ്യുക എന്നുള്ള ജോലി മനുഷ്യരുടെയാണ്. ആ വാല്യൂ അഡീഷനാണ് വേണ്ടത്. ഇവരടക്കമെല്ലാം ഡ്രഗ്സിന്റെ കാര്യത്തിൽ പെട്ടപ്പോഴും ഞങ്ങൾ പറഞ്ഞു വീണു പോകുന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നു, ആർക്കും വിഷമം തോന്നരുത്. സിനിമാ രംഗത്ത് വരുന്നവർ, കാസ്റ്റിംഗ് കൗച്ച്, ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കം പല രംഗത്തും വരുന്നവർ ഇത്തരം സെക്സ്പ്ലോയിറ്റേഷനിലും എക്സ്പ്ലോയിറ്റേഷനിലും പെടുന്നുണ്ട്. പല DJ പാർട്ടികളുണ്ട്. അതിനർത്ഥം എല്ലാ DJ പാർട്ടിയും മോശമാണെന്നല്ല. ആ രംഗത്ത് നിന്ന് പരമാവധി അഴുക്കുകളെ തുടച്ചു മാറ്റി ഇവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന റിഫോർമേഷൻ തിയറിയാണ് നമ്മുടെ ലോയുടെ ബേസ്. കഴിയുന്നത്ര ഇവരെ റിഫോം ചെയ്യാൻ നോക്കുക എന്ന സമീപനം, എന്ന അപ്രോച്ച് നമുക്ക് വേണം. തള്ളിക്കളയാനല്ല, പരിഹരിച്ച് പരിഷ്കരിച്ച് അടുത്തേക്ക് നിർത്താൻ ശ്രമിക്കണം എന്ന ഗാന്ധിയൻ ദർശനം, യേശുദേവന്റെ ദർശനം നമുക്കുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് ശ്രീ രാഹുലിന്റെ വാക്കുകൾ. പക്ഷെ ഇത് നമുക്ക് ആർക്കും അറിയാത്ത കാര്യങ്ങളല്ല, നമ്മുടെ കുട്ടികൾക്കും അറിയാത്ത കാര്യങ്ങളല്ല. അത് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ഇപ്പൊ ഈ റിഫർമേഷൻ എന്ന് പറയുമ്പോഴേ ഇത് തെറ്റല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല പെൺപിള്ളേർ. മിക്കവാറും സ്വന്തം വീട്ടുകാരോട്, അച്ഛനമ്മമാരോട് വാശി തീർക്കാൻ, അല്ലെങ്കിൽ അവനവനോടുള്ള വാശി തീർക്കാൻ, അതിൽ സന്തോഷിക്കുന്നവർ, അത് ആ ഒരു മോശം, ചിലർക്ക് അങ്ങനെയുണ്ട്. ഒരു ലവ് ഫെയിലിയർ ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സ്പോയിൽ ചെയ്ത് കളയാൻ തോന്നും. എന്നുവെച്ചാൽ അങ്ങനെ ഒരുപാട് തരം സൈക്കോളജിക്കലായിട്ടുള്ള എന്തെല്ലാം വിഷയങ്ങളുടെ, ഞാൻ പറയട്ടെ, അതിനെല്ലാം ഒരു സദാചാരം അല്ലെങ്കിൽ ഇതിനെയൊക്കെ നിങ്ങൾ അങ്ങനെ ഒന്നും കണ്ടിട്ട് കാര്യമില്ല. ഒരുപാട് തരത്തിൽ മനുഷ്യർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് എന്തിലേക്ക്, ഇപ്പോൾ രാഹുൽ പറയുന്ന റിഫർമേഷൻ, ശരി, സമ്മതിച്ചു. എന്തിലേക്ക് അവർ തിരിച്ചു വരണ്ടേ? എന്ത് സന്തോഷം ഈ നാടിന് കൊടുക്കാൻ കഴിയുന്നത്? വീട്ടിലെന്താണുള്ളത്? സന്തോഷമുണ്ടോ? അച്ഛനും അമ്മയും തമ്മിൽ സ്നേഹമുണ്ടോ? എവിടെയാണ് ഇതിനകത്തൊരു ഇഷ്യൂ? വീട്ടിനകത്ത് ചില പിള്ളേരെ കൊണ്ടെന്നിട്ട് പറയും, ഞങ്ങളുടെ മകൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നു മാഡം, നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വരണം. നമ്മൾ വീട്ടിൽ ചോദിക്കുമ്പോൾ എന്തുവാ, അച്ഛൻ്റെ ലവ് അഫെയർ, അച്ഛന് വേറൊരു ചിന്ന വീടുണ്ട്, അമ്മയ്ക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇവൻ എങ്ങോട്ടേ തിരിച്ച് വരേണ്ടത്? അപ്പോൾ അതൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യില്ല. പിള്ളേരെല്ലാം നിലയ്ക്ക് നന്നാവണം. ഇപ്പോൾ വിമൻസ് ഡേ സെലിബ്രേഷൻസിനോ ഞാൻ ഇപ്പോൾ മതിയാക്കി. മാർച്ച് 8-ാം തീയതി എല്ലാ ദിവസം അവിടെ ആൾക്കാർ വന്നിട്ട് ഒരു വശം ആമ്പിള്ളേരെ എല്ലാം ഒഴിഞ്ഞു കിടക്കും. മിക്സഡ് കോളേജ് ആണെങ്കിൽ പെമ്പിള്ളേരെ എല്ലാം കുത്തി ഇറച്ച് അതിനകത്ത് ഇരുത്തിച്ച് കുറേ ആൾക്കാർ വന്നിട്ട് നിങ്ങൾ ഷോളിലിടണം, നിങ്ങൾ ആൾക്കാരോട് മിണ്ടരുത്, ഈ മൊബൈൽ യൂസ് ചെയ്യരുത്, നിങ്ങൾ സംസാരിക്കരുത്. ഇങ്ങനെ അല്ലാതെ അവരുടെ ആഗ്രഹങ്ങളെ എങ്ങനെയാണ് അവർ അഡ്രസ്സ് ചെയ്യേണ്ടത്? അവർക്കൊരു ഇഷ്ടം വന്നാൽ അതെങ്ങനെയാണ് അവർ തിരിച്ചറിയേണ്ടത്?
എന്താണ് ഇഷ്ടം, എന്താണ് സൗഹൃദം, ആരോടാണ് കൂട്ടാൻ വേണ്ടത്, എങ്ങനെ മിണ്ടണം. ഒരു ആൾ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരുന്നാൽ അത് സംസാരിക്കാൻ ഒരു കൊതി അവരുടെ ഉള്ളിലുണ്ട്. ആ കൊതി നിലനിൽക്കി തന്നെ അതിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരെ അത് ഒഴിവാക്കുന്നത് എങ്ങനെയാണ്, ഒരു പോയിന്റ് കഴിയുമ്പോൾ എങ്ങനെ നോ പറയാം, ഇതെല്ലാം ലൈഫ് സ്കിൽസാണ്. ഇത് നമ്മൾ മുതിർന്നവർ, ജീവിതം കണ്ടിട്ടുള്ളവർ കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരെ നിങ്ങളൊക്കെ പന്ന കുട്ടികളാണ്, ചീത്ത കുട്ടികളാണെന്ന് പറയാതെ അവരോടൊപ്പം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവരെ ധൈര്യം കൊടുത്ത് അവർക്കുള്ള പ്രശ്നങ്ങളൊന്നും അവരുടേത് മാത്രമല്ല, നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മളും അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏത് പ്രായത്തിലും ഇതൊക്കെ ഉണ്ട്. 60 വയസ്സിലും സെക്സ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലാതെ എല്ലാം അവരുടെ പുറത്തോട്ട് കുറേ സദാചാരവും കുറേ അഡ്വൈസും അങ്ങോട്ട് കൊടുക്കുക നമ്മളിരുന്ന്. എനിക്ക് ആലോചിക്കാൻ വയ്യ. നമ്മളൊക്കെ ഒരു മെച്ചുവേർഡ് സൊസൈറ്റി അല്ലേ. അപ്പോൾ ഈ കിസ് ഓഫ് ലവ് പോലെ കുറേ ഭ്രാന്ത് പിടിച്ച പിള്ളേരെല്ലാം കൂടി ഞങ്ങൾക്ക് ഉപയോഗിക്കണം, ഞങ്ങൾക്ക് രക്ഷപ്പെടണം, ഞങ്ങൾക്ക് ഫ്രീ ആവണം എന്ന് പറഞ്ഞ് പുറത്ത് ചാടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ കുറേ പേര് വരും. ഇതിനകത്ത് കൊള്ളാം, കറക്റ്റ്, ഇതാ ഈ പെമ്പിള്ളേരെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വിടും. അവരെ ഹീറോ ആക്കേണ്ട കാര്യമില്ല, അതാക്കിയത് മാധ്യമങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാം കൂടി ഉത്തരം പറയണം. ശ്രീ ജോർജ്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഈ ട്രാപ്പിൽ ഏറ്റവും കൂടുതൽ വീഴുന്നത് ഒരു പക്ഷേ വിദ്യാർത്ഥിനികളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലിയിൽ നിന്ന് കെയർ കിട്ടാതെ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് ശ്രദ്ധ കിട്ടാതെ പോകുന്നു എന്ന തരത്തിൽ പല രീതിയിൽ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന പെൺകുട്ടികളാണ് കൂടുതലായും വരുന്നത്. ഇവിടൊക്കെ ഒരു കൗൺസിലിംഗ് എന്നോ അതിനപ്പുറത്തേക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാനോ അത്തരം കാര്യങ്ങളിലേക്ക് ഇവരിൽ ഓരോരുത്തരിലും പേഴ്സണലായി നടക്കത്തില്ല, പക്ഷെ അത്തരത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താനോ അങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ? ഇപ്പം പാർവതി പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും പാർവതി പറഞ്ഞ ആ കാര്യത്തിലേക്ക് നമുക്ക് കണ്ടെത്താൻ ഒരു മാർഗമില്ല. നമുക്കിങ്ങനെ പറഞ്ഞു നടക്കാനേ പറ്റുള്ളൂ. അതിലേക്ക് നമുക്ക് കുട്ടികളെ അങ്ങനെ റിഫോം ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ ഒരു മാർഗം നമ്മളില്ല. എല്ലാവരും നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, അത് കാണുന്നുണ്ട്. കുറേ ക്രിമിനൽസിനെ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതിനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസെടുക്കുന്നുണ്ടെന്നല്ലാതെ അതിലപ്പുറത്തോട്ട് ഈ പ്രസംഗം അല്ലാതെ അതിലപ്പുറത്തോട്ട് പ്രായോഗികമായിട്ട് ഇതുങ്ങളെ കൊണ്ടുവരാൻ ഒരു മാർഗം കാണുന്നില്ല. ഇപ്പോൾ 550 മില്യൺ 25 വയസ്സ് താഴെയുള്ളവർ ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്, കൊച്ചുകുട്ടികൾ. പിന്നെ ഇപ്പോഴത്തെ എനിക്കൊരു ആഡ് ചെയ്യാനുണ്ട്. സാറ് പറഞ്ഞ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണെന്നറിയോ നമുക്ക് അങ്ങനെ മാർഗ്ഗമില്ല. നമുക്ക് നല്ല അധ്യാപകരില്ല. UGC സിസ്റ്റം നടപ്പിലാക്കിയതിന് ശേഷം പൈസ വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോകണം. ഇപ്പം പാർവതി കയറി എതിർക്കുന്ന ഒരു കാര്യം പറയാം. കേരളത്തിൻ്റെ ശാപം ഞാൻ 2 ചർച്ചയിൽ പറഞ്ഞു. ഈ സ്ത്രീകൾ അധ്യാപകരായി വന്നതാണ്. ഒരു സ്കൂളിൽ ചെന്നാല് 90% ഞാനത് എതിർക്കുമെന്ന് സാർ എങ്ങനെ വിചാരിക്കുന്നു? ഞാൻ എതിർക്കൊന്നുമില്ല, ഞാൻ അങ്ങനൊന്നുമല്ല. അല്ല, ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഞാൻ കുറെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ കുട്ടികളുടെ നോട്ട് പരിശോധിച്ചു. ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് 8ലും 9ലും ആര് പറഞ്ഞു കൊടുത്ത്? സാറ് പറഞ്ഞു കൊടുത്തു. സാർ ഇങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചർ ഇങ്ങനെ. ഇതെല്ലാം 90% ടീച്ചർമാരാണ്. ലൈഫ് സ്കിൽ, അത് വലിയൊരു വാക്കാണ് ലൈഫ് സ്കിൽ. പിന്നെ 3 വാക്കുകൾ: പേരന്റിങ് ആൻഡ് മെന്ററിംഗ്, പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ, ഒരു സോഷ്യോ സ്പിരിച്വൽ കോഷ്യന്റ്. ഇനി സ്പിരിച്വൽ എന്ന വാക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് 8ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ 11ാം ക്ലാസ്സിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ അവരുടെ കോളേജിലെ ഇൻഡക്ഷന്റെ ഭാഗമായി കൊടുക്കണം. അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ആ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ സിസ്റ്റം ഒരു കൊളാപ്സിലേക്ക് പോകുക. സൂയിസൈഡ്, കേരളമാണ് ഏറ്റവും ഡിപ്രസ്ഡ് സ്റ്റേറ്റ്, ഏറ്റവും ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണ്, ഏറ്റവും ആത്മഹത്യകളും ഡിവോഴ്സും നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ ഏറ്റവും ഓൺലൈൻ അനുഭവം വരുന്ന സംസ്ഥാനം കേരളമായിരിക്കും. ഞാൻ രാഹുൽ പറയുന്നതിനോട് യോജിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ എനിക്ക് വളരെ ഗൗരവമായ ഒരു വിഷയം പറയാനുള്ളത്. രാഹുൽ എപ്പോഴും ഉപദേശ രൂപത്തിലാണ് സംസാരിക്കുക. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ നമ്മുടെ പെൺകുട്ടികളെ കുറിച്ചിട്ട് അത്തരത്തിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവർ വളരെ ധീരരായ പെൺകുട്ടികളാണ്. അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ്. ഇപ്പൊ പാർവതി മാഡമൊക്കെ പറയുന്ന പോലെ അവർക്ക് ഇങ്ങനെ ഉപദേശം അല്ല കൊടുക്കേണ്ടത്. അവർക്ക് കൊടുക്കേണ്ടത് മറ്റു പലതുമാണ്. അവർക്ക് സ്വാതന്ത്ര്യമാണ് കൊടുക്കേണ്ടത്. അവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന സ്വാതന്ത്ര്യം പോലും അവർക്ക് കിട്ടുന്നില്ല. അതിന് പകരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന തരത്തിൽ നമ്മൾ അവരെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇങ്ങനെ പോയിട്ട് പെൺവാണിപത്തി കൊടുക്കും. പെൺവാണിപത്തി കൊടുക്കാതിരിക്കാനുള്ള ബോധമൊക്കെ നമ്മുടെ പെൺകുട്ടികൾ കൊണ്ടുവന്നത്. അവർക്ക് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. നമ്മൾ അവരെ വിശ്വസിക്കുക തന്നെയാണ് വേണ്ടത്. ചുറ്റുവട്ടത്ത് കൊണ്ടുവന്ന് പെൺകുട്ടികളുടെ മൊത്തം കാര്യങ്ങളെ കൊണ്ടൊന്നും കേട്ടത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യമൊന്നുമില്ല. അതായത് ഈ ചില ആൾക്കാർക്ക് ഉപദേശം എന്ന വാക്ക് വളരെ വളരെ കൃത്യമായി രാഹുൽ ഞാൻ കാര്യം ചോദിച്ചോട്ടെ.
സഫീഷ്യന്റ് എഡ്യൂക്കേഷൻ രാഹുൽ, ഞാൻ വേണം. ചോദിക്കട്ടെ, ഇവരെ പെൺകുട്ടികളെ വാങ്ങാൻ വന്നവരെ നമുക്ക് ചികിത്സിക്കണ്ടേ? പെൺകുട്ടികളെ വാങ്ങാൻ വരുന്ന ആളുകളുണ്ടല്ലോ. വേണം. ആര് പറഞ്ഞു രാഹുൽ, ഈ പെൺകുട്ടികളെ വാങ്ങാൻ വരുന്ന അല്ല, ഇവിടെ ആളുകളുണ്ടല്ലോ. പറഞ്ഞത് അത്തരം ചതിക്കുഴികളിലേക്ക് പെൺകുട്ടികൾ എത്താതിരിക്കാനുള്ള സാഹചര്യമാണ്. ചതിക്കുഴികളിലേക്ക് പെൺകുട്ടികളും ആൺകുട്ടികളും വീഴുന്നുണ്ട്. അത്തരം ചതിക്കുഴിയിലേക്ക് പെൺകുട്ടികളും ആൺകുട്ടികളും വീഴുന്നുണ്ട്. ഇത് പെണ്ണിന് മാത്രമുള്ള പ്രശ്നമെന്ന് ആരും പറഞ്ഞില്ല. അപ്പൊ എന്തെങ്കിലും ഒരു തരത്തിൽ അവയർനെസ്സോ എഡ്യൂക്കേഷനോ വേണോ എന്ന് പറഞ്ഞാൽ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കരുത്. സ്വാതന്ത്ര്യം വേണം, പക്ഷേ റെസ്പോൺസിബിൾ ഫ്രീഡം വേണം. ആ റെസ്പോൺസിബിൾ ലിബർട്ടി എന്താണെന്ന് അവരെ ഇൻസ്പയർ ചെയ്യണം. എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നോ അഡ്വൈസ് ചെയ്യണമെന്നോ ഉപദേശിക്കണമെന്നോ പറയുന്നില്ല. ആ റെസ്പോൺസിബിൾ ഫ്രീഡം എന്താണെന്ന് ഇൻസ്പയർ ചെയ്യാൻ നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ദയവായി അതിനോട് കണ്ണടച്ച് നിൽക്കരുത്. ഒരു അമിത സ്വാതന്ത്ര്യവാദവും വേണ്ട, മറുഭാഗത്ത് ഒരു അമിത അച്ചടക്കവാദവും വേണ്ട. ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് ഒരു മിഡിൽ ഗ്രൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അമിത സ്വാതന്ത്ര്യം എന്ന് രാഹുൽ അതിനൊന്ന് വിശദീകരിക്കാമോ? എന്താണ് അമിത സ്വാതന്ത്ര്യം? തീർച്ചയായും ഇന്ന് കാണുന്ന പെൺവാണിഭവമാണ് അമിത സ്വാതന്ത്ര്യം. ഇന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച പെൺവാണിഭവമാണ്. ഞങ്ങൾക്ക് വാണിഭം ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അതാണ് അമിത സ്വാതന്ത്ര്യം. അതിന്റെ മറുവശം പെൺകുട്ടി വീട്ടിനകത്ത് മാത്രം ഇരുന്നാൽ മതി എന്ന് പറയുന്നതാണ് അമിത അച്ചടക്കം. കുറ്റകൃത്യമാണ്. അത് സ്വാതന്ത്ര്യമല്ല. അത് സ്വാതന്ത്ര്യമല്ല എന്ന് തന്നെ പറഞ്ഞത്. അപ്പൊ ഇത് സ്വാതന്ത്ര്യമല്ലാന്ന് കാണാനുള്ള പക്വത നമുക്ക് വേണം. കുറ്റകൃത്യത്തെ നിങ്ങൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ സ്വാതന്ത്ര്യമാണെന്ന് വാദിക്കുന്നവരുടെ ഉപോൽപ്പന്നങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ അരാജകത്വത്തിന് വേണ്ടി വാദിക്കുന്നവരുടെ ഉപോൽപ്പന്നങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനർത്ഥം പെണ്ണ് മറക്കുട ചൂടി വീട്ടിനകത്തിരിക്കണമെന്നല്ല. അതേപോലെ നേരെ മറിച്ച് പബ്ബുകളിൽ പോയി ഡ്രഗ്സ് കഴിക്കണമെന്നുമല്ല. ഇതിനിടയിൽ മറ്റൊരു സമീപനം ഇല്ലേ നമുക്ക്? സ്വാതന്ത്ര്യത്തെ നിർവചിക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഇന്ത്യൻ ഭരണഘടന നിർവചിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ പെൺവാണിഭമില്ല സുഹൃത്തെ. ഒരുപക്ഷെ കിസ് ഓഫ് ലവ് പോലെയുള്ള വലിയ മുന്നേറ്റങ്ങൾ, ഒരുപക്ഷെ ആ വിധത്തിൽ അവകാശപ്പെടുന്ന മുന്നേറ്റങ്ങളൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഒക്കെ മുൻനിർത്തിയുള്ളതായിരുന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വഴികളിലേക്ക് പെൺകുട്ടിയോ ആൺകുട്ടിയോ പോകാതെയുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം. പ്രൊട്ടക്ഷൻ എന്നുള്ള വാക്കൊന്ന് മതിയാക്കാമോ? പ്രൊട്ടക്ഷൻ എന്നുള്ള വാക്കൊന്ന് മതിയാക്കാമോ? ഈ പ്രൊട്ടക്ഷൻ ഒന്നും അല്ല ഇവിടെ വേണ്ട. ഇവിടെ എന്ത് ലോകമെമ്പാടും, ഇപ്പൊ ഇന്ത്യയിൽ നിന്നല്ല കേരളത്തിലെ നല്ല ലോകമെമ്പാടും വാണിഭം നടക്കും. അതിന് ആവശ്യക്കാരുണ്ട്. കാരണം ഈ ഫ്രസ്ട്രേഷൻ എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ടീച്ചേഴ്സിനാണ് ഏറ്റവും പ്രശ്നം. 1ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ് നമുക്ക് സെക്ഷുവാലിറ്റി ഉണ്ടായി വരുന്ന സമയത്ത് നീ ഒരു ചീത്ത കുട്ടിയാണെന്ന് ലേബിൾ കുത്തുക. കല്യാണം കഴിക്കാൻ ഒരു ജോലി വേണം. അതിനാണ് ടീച്ചറായിട്ട് പല പിള്ളേരും വരുന്നത്. എന്നിട്ട് ഇത് ഇവർക്ക് പഠിപ്പിക്കാനും അറിയത്തില്ല, മെന്റർ ചെയ്യാനും അറിയില്ല, കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അറിയത്തില്ല, വീട്ടിലെ പ്രശ്നങ്ങൾ. എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. പിള്ളേരെക്കാളും എത്രയോ വലുതാണ് മുതിർന്ന ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ. 100%. ഇവർക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നില്ലേ, അവർക്ക് അറിയാം അവർ ആരോടാണ്. വളരെ വേഗം തിരികെ എത്താം. നമുക്ക് വളരെ വേഗം ഒരു ഇടവേളയിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. വളരെ വേഗം തിരികെ എത്താം. ഏതായാലും നമ്മൾ ചെറിയ ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ഷൈൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കിസ് ഓഫ് ലവ് അടക്കമുള്ള കാര്യങ്ങൾ അതൊരു ഭാഗത്ത് ഒരു തർക്കമായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ അവിടെയും പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലുള്ള വലിയ സാധ്യതകളുണ്ട് നവമാധ്യമങ്ങൾക്കായാലും. ആ വിധത്തിലൊക്കെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ ഒരു അശ്ലീല ചിത്രം ഇറങ്ങിയാൽ അത് ഷെയർ ചെയ്ത് അതിൽ കമൻറ്റ് ചെയ്ത് അതിൽ ആനന്ദം കാണുന്നവരാണ് നമ്മൾ ഭൂരിപക്ഷം മലയാളികളെയും. ആ വിധത്തിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്താനാവുക. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താനാകും? അവിടെയാണ് ഇത്തരം ഓൺലൈൻ പെൺവാണിഭ സംഘങ്ങളെ തകർക്കാനുള്ള അടിസ്ഥാനമായ ഒരു അടിത്തറയിടാൻ കഴിയുക എന്നുകൂടി വിലയിരുത്തുമ്പോൾ ശ്രീ ലാസർ ഷൈൻ, നമ്മൾ വളരെ ശക്തമായി തന്നെ ഒരുപക്ഷെ എൻ്റെ ഡൽഹിയിലൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ആ ഒരു പ്രചാരണം, അതിൽ ഉള്ള സാമൂഹ്യമായ ഇടപെടൽ, അത് വളരെ ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ ശക്തി സാമൂഹികമായി ഒന്നിക്കാനായിട്ടുള്ള കേരളത്തിൻ്റെ ശക്തി, അത് ഒരുപക്ഷെ നമുക്ക് നരവംശ ശാസ്ത്രപരമായിട്ടോ ഒക്കെയുള്ള നമ്മളുടെ ഒരു കഴിവായിരിക്കാം. ആ ശക്തി വളരെ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന സോഷ്യൽ നെറ്റ്വർക്ക് എന്നുള്ളത്. ഈ പറയുന്ന ഇതിൻ്റെ പുറത്ത് അതല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റി ഇത്തരത്തിലുള്ള വളരെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം. അത്തരം കാര്യങ്ങൾ നടക്കുന്നതിന് കൃത്യമായി നേരിടാനായിട്ടുള്ള ഒരു സൈബർ വിങ് പോലീസ് അത്രമാത്രം വലിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ വളരെ കൃത്യമായി നമുക്കതിൽ സംശയമുണ്ട്. അത്ര വലിയൊരു സംവിധാനം കേരളത്തിലെ പോലീസിന് സൈബർ എന്ന് പറയുന്ന ഒരു സ്പേസ് ഇത്രമാത്രം വലുതായിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്കെതിരെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും, ഒരു ചെറിയ ലിംഗവിവേചനത്തിന്റെ കാര്യത്തിൽ പോലും ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന ഒരു സംസ്ഥാനമായി, ഏറ്റവും സ്ത്രീകളുടെ ഒരു ചെറിയ സ്ത്രീകൾക്ക് തന്നെ ഇപ്പോൾ ശ്രീദേവി എസ് കർത്തായുടെയും ദീപാ നിശാന്തിൻ്റെയൊക്കെ അടക്കമുള്ള കേസുകളിൽ പോലും നമ്മൾ ഏറ്റവും ശക്തമായി ഏറ്റവും പുരോഗമനപരമായി പ്രതികരിക്കുകയും പ്രതിരോധവും തീർക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി മാറുന്നതിന് സോഷ്യൽ നെറ്റ്വർക്ക് വളരെ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. പാർവതി മാഡമൊക്കെ പറയുന്ന പോലെ പാർവതി മാഡമൊക്കെ ഒരുപാട്
കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഞാൻ പറയാം, അത്തരത്തിൽ ഒരുപാട് സ്ത്രീകളുടെ വലിയ സംഘടിതമായ ശ്രമങ്ങൾ ഫേസ്ബുക്കിനുള്ളിൽ നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ പുറത്ത് സംഘടനകൾ നടക്കുന്നതിനേക്കാൾ വലിയ സ്ത്രീകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമായി അത് മാറിയിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വിശാലമായ അർത്ഥത്തിൽ, പൊതുവായ അർത്ഥത്തിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ സ്വഭാവങ്ങൾക്കപ്പുറത്തേക്ക് വളരെ ഗൗരവത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയിരിക്കുന്നു. സച്ചിദാനന്ദനെയൊക്കെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, അല്ലെങ്കിൽ BRP ഭാസ്കറിനെയൊക്കെ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള പത്രപ്രവർത്തകർ, അവരെല്ലാവരും വളരെ നിരന്തരം ഇടപെടുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ. അത് നമ്മൾ ഈ കാണുന്ന പോലെ ഈ പെൺവാണിഭ സ്ഥലമൊന്നും അല്ലത്. വളരെ ശക്തമായ രാഷ്ട്രീയ സമരങ്ങളും സംസാരങ്ങളും നടക്കുന്ന ദിവസം. ഇപ്പോൾ സത്യത്തിൽ ഇന്ന് ഈ സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ അബ്ദുറബ്ബ് ഇന്ന് വെള്ളം കുടിക്കുന്ന ദിവസമായിരുന്നു. അത്തരത്തിൽ വലിയ സംവിധാനമായി, വലിയ ചർച്ച ചെയ്യുന്ന വലിയ പ്ലാറ്റ്ഫോമായി കേരളത്തിലെ സോഷ്യൽ മീഡിയ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. സമൂഹം പൊതുവിൽ മാറണം, എന്നാലേ ഇത്തരം വിഷയങ്ങളിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ശരിയാ. എങ്ങനെ സമൂഹത്തിനെ മാറ്റണം അത് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ അടിസ്ഥാനപരമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ നന്നായെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. കുട്ടികൾ എപ്പോഴും വീട്ടിലേക്കാട്ടിലും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂളിലാണ്. അധ്യാപകരെയും പല പല പ്രശ്നങ്ങളും സ്കൂളിൽ ഈ കുട്ടികൾ നേരിട്ട് കാണുകയാണ്. അവരുടെ ഇന്നത്തെ സോഷ്യൽ ഓർഡറിന് വിരുദ്ധമായ പല പരിപാടികളും എല്ലാ സ്കൂളിലും നടക്കുന്നുണ്ട്. അതുപോലെ ഈ സ്ത്രീകളായ അധ്യാപകരെന്ന് പറഞ്ഞാൽ അവർ 2000-ൽ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ 2000-ന് മുമ്പിലുള്ള ജനറൽ നോളജ് അവർക്ക് അറിയുള്ളൂ. അതിനുശേഷം സമൂഹം മാറിയതും കുട്ടികൾ മാറിയതും ഇതൊന്നും ഇവർക്കറിയില്ല. ഇവർ പത്രപാരായണം നടത്തത്തില്ല. അവർ സീരിയൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകർ ആണ് ഭൂരിപക്ഷം അധ്യാപികമാരും. അപ്പം അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. കുട്ടികൾ മാതൃകയാക്കുന്ന അധ്യാപകർക്ക് ഈ കുട്ടികൾ എന്ത് വൃത്തികേട് കാണിച്ചാലും ശരി. ഞാൻ ഈ ഒരു രണ്ട് സ്കൂളിൽ പോയേക്കാം, ഈ സെക്ഷൽ ആക്ടിവിറ്റീസ് നടത്തുന്ന വിവരങ്ങൾ അവർ സപ്രസ് ചെയ്ത് കളഞ്ഞു. അവരുടെ പേരൻസിനെ വിളിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. പേരൻസ് അതിലപ്പുറം കുഴയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് പേരൻ്റ് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് നമ്മൾ പല ഗുണ്ടകളെ കാണുന്നുണ്ട്, ക്രിമിനാലിറ്റി ഉള്ളവരെ കാണുന്നത്, ഇവരെ എല്ലാവരും പേരൻറ്റേജ് നമ്മൾ അവിടെയൊക്കെ ബ്രോക്കണാണ്. അതെല്ലാം ബ്രോക്കണാണ്. കൺക്ലൂഷനിലേക്ക് വന്നാൽ വാല്യൂ എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ, സൈബർ മീഡിയ എഡ്യൂക്കേഷൻ, ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ, പേരന്റിംഗ്, പ്രീമാരിറ്റൽ എഡ്യൂക്കേഷൻ, ഒരു സ്പിരിച്വൽ കോഷ്യന്റ്, ഇമോഷണൽ കോഷ്യന്റ് തുടങ്ങിയ പദങ്ങൾ കൂടുതൽ നമ്മുടെ ചർച്ചകളിൽ വരണം. അവസാനത്തെ വരി പ്രായോഗികമല്ലാന്ന് തോന്നും, പക്ഷെ എന്നും ഓർക്കുക, പാപത്തെ തള്ളിക്കളഞ്ഞാൽ മതി, പാപിയെ തള്ളിക്കളയണ്ട. അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്ന ഒരു സമൂഹം എന്ന രീതിയിൽ നിയമം അവരെ ശിക്ഷിക്കണം, പോലീസും കോടതിയും ശിക്ഷിക്കണം. പക്ഷെ സമൂഹം എന്ന നിലയിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നെങ്കിലും ഇതൊക്കെ നടപ്പാകുന്നുണ്ടോ? ഇതിനു മുമ്പുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ വരുന്നു, പെൺവാണിഭ സംഘങ്ങളെ സംബന്ധിച്ച് ഓൺലൈൻ പെൺവാണിഭ സംഘങ്ങൾ. നമുക്ക് പെൺവാണിഭം ഒന്നും തടയാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ചാനൽ നടക്കത്തില്ല, പോലീസ് നടക്കത്തില്ല. ചില രാജ്യങ്ങൾ ഈ ഒരൊറ്റ കാര്യം വിറ്റ് ജീവിച്ചവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പെൺവാണിഭം ഒന്നും വിൽക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ മനുഷ്യർക്ക് പിന്നെ ഈ പറയുന്ന ഒരു ബയോളജിക്കലായിട്ട് തന്നെ ഈ പറയുന്ന ആർത്തിയും ഭ്രാന്തും ഒക്കെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ സെക്സ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു എന്താ പറയുക, കൊല്ലാനുള്ള ആഗ്രഹം പോലെ തന്നെയാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. ഇത് മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം ബേസിക്കായിട്ട് ഞാൻ ഒരു ഫ്രോയിഡിയൻ ലെവലിൽ പറയുവാണ്. അപ്പോൾ അത് എഡ്യൂക്കേഷൻ കൊണ്ടും സൗഹൃദം കൊണ്ടും നമുക്ക് സ്നേഹം കൊണ്ടും മാത്രമേ മാറ്റാൻ പറ്റൂ. നമ്മൾക്ക് ഒരാളോട് ഒരു അപരിചിതത്വം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരോട് നമുക്ക് സെക്സ് തോന്നത്തില്ല, നമുക്ക് ഭയങ്കര അടുപ്പം തോന്നും, പ്രൊട്ടക്ട് ചെയ്യാൻ തോന്നും. അതും ഒരു ഇൻസ്റ്റിങ്ക്റ്റ്. അതിനെ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഇദ്ദേഹം നേരത്തെ ഇവിടെ എന്താ പേര്, ലിസ്റ്റിൻ അല്ലെ, ലെസ്റ്റർ ഷൈൻ പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പെൺകുട്ടികളെയും കൂട്ടായ്മകളെയും വളരെ അടുത്തറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ നടക്കത്തില്ല ഇത്രയും വൃത്തിയേട്. കാരണം കള്ളത്തരം ഇല്ല, അവർ കാണിക്കുന്നത് സ്ട്രൈറ്റ് ആണ്. അവർക്കൊരു ഇഷ്ടമുള്ള ഒരാളുണ്ടാവും, അവർ അവരോടൊപ്പമാണ്. അല്ലാതെ ഇങ്ങനെ ഭയങ്കര ഗ്രൂപ്പ് സെക്സും പരിപാടിയൊന്നും ഈ ആൾക്കാർ കാണുന്നവരൊന്നും ഇല്ല അവിടെ. അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനത്തെ കുട്ടികൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സത്യസന്ധതയും അത് അമിത സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ എതിർക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണിത്, കാരണം അവിടെ കുറേ കൂടെ നന്മ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത് കുറച്ചും കൂടി അത് ബെറ്റർ ആണല്ലോ എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു പെൺകുട്ടി തന്നെ 5 പേരുടെ കൂടെ പോകുന്ന പരിപാടിയില്ല. എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ 15 പേരോട് ഒരേ സമയത്ത് ടെക്സ്റ്റ് ചെയ്യുക തുടങ്ങി എന്തെല്ലാം ഗോഷ്ഠി നമ്മുടെ സമയപരിമിതി പോലെ ഇടപെടുകയാണ്. വളരെ നന്ദി ശ്രീമതി പാർവതി, ഒപ്പം തന്നെ ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ജോർജ് ജോസഫ്, ഒപ്പം തന്നെ ലാസർ ഷൈൻ ഈ അവസരത്തിൽ ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന്. ഓൺലൈൻ പെൺവാണിഭ സംഘം
പിടിയിലായിരിക്കുന്നു. രാഹുൽ പശുവാൽ അടക്കമുള്ളവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഏതായാലും റെയ്ഡ് തുടരുന്നു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനകൾ വരികയാണ്. ഈ വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്.